ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഷവർമ്മയുടെ രുചിയിൽ അടിപൊളി ഫില്ലിങ്ങൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ചപ്പാത്തി റോളാണ് കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ടീസ്പൂണ് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓയിലാണ് കേട്ടോ നമ്മൾ അവിടെ മസാല വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് പെരിഞ്ജീരകം പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. മസാല വഴറ്റാണ്ട് ഇത് ചെയ്യാറുണ്ട്. അതിനെക്കാട്ടും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് ചപ്പാത്തിൻ്റെ ഒപ്പം അല്ല, പൊറോട്ടേൻ്റെ ഒപ്പം നമുക്കിതുപോലെ റോൾ ചെയ്ത് കഴിക്കാം. നല്ല അടിപൊളി ഷവർമ്മൻ്റെ ടേസ്റ്റിലാണ് കേട്ടോ അത് ഉണ്ടാവുക. അപ്പോൾ അതവിടെ സവോളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് വഴന്ന് പോയിട്ടില്ല, എങ്കിലും പച്ച സ്മെല്ലൊക്കെ മാറണ വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോ സ്മെല്ല് മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ റോ ടേസ്റ്റൊക്കെ മാറിക്കഴിഞ്ഞ് വെച്ചാൽ ഇനി നമുക്ക് ഇതിലേക്കില്ലേ ഞാനിവിടെ കേബേജും ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്നും വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കൊടുത്താൽ മതി. നമ്മളിതിൽ നല്ല വേവിച്ചെടുക്കണില്ല കേട്ടോ. ആ എണ്ണയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ പച്ചയ്ക്കും കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്യണില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. അതിന് മുന്നായിട്ട് ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി, സോയാ സോസ്, ടൊമാറ്റോ സോസ്, മുളക് പൊടി, അതുപോലെ കുരുമുളക് പൊടി, നാരങ്ങ നീര്, ഉപ്പ്, അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ, മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഓപ്ഷണലാണ്, കുറച്ച് ചിക്കൻ മസാല, 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടി സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടും സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് മയോണൈസാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുള്ള മയോണൈസാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് റോൾ ചെയ്ത് കഴിക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രത്യേക കാര്യം കൂടി ഉണ്ട് കേട്ടോ. അത് പറയാം. ഞാനിതിവിടെ കുറച്ചും കൂടി മയോണൈസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് ചെയ്തെടുക്കുക. നമുക്കതുപോലത്തെ സ്നാക്സോ അല്ലെങ്കിൽ സമോസയിൽ ഫില്ല് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതവിടെ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിലൊന്ന് റോൾ ചെയ്തിട്ട് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തി അല്ലെങ്കിൽ കുബൂസ് അല്ലെങ്കിൽ പൊറോട്ട അതിലേത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിതവിടെ ചപ്പാത്തി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫില്ല് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് താഴത്തും മുകളിലായിട്ട് ഒന്ന് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ക്യാമറ ഓഫായി പോയി കേട്ടോ. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. സാധാരണ നമ്മൾ റോൾ ചെയ്തെടുക്കില്ലേ, ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം 2 സൈഡിലായിട്ട് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫില്ലിങ് പുറത്തേക്കൊന്നും വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒരു വട്ടമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പിന്നല്ലേ ചിക്കനൊന്നും ഇല്ലെങ്കിലും മുട്ട വെച്ചിട്ടും ചെയ്തെടുക്കുക. മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ടും ചെയ്തെടുക്കുക. മുട്ട പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടും ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ അതവിടെ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്ത് ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നോമ്പ് തുറന്നിട്ടുള്ള ആ ടൈം ആയതുകൊണ്ട് റോൾ ചെയ്ത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് കാണാം.